നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ട്രെയിൻ സമയത്ത് തന്നെ കിട്ടിയത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ മീറ്റിംഗ് മിസ് ചെയ്യുമായിരുന്നു. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചത് നല്ലൊരു മാഷാണ്. എനിക്ക് പേടി എന്റെ കയ്യിലുള്ള 50 ലക്ഷത്തിന്റെ ക്യാഷാണ്. അടികൈ. അതാ പോകുന്നു ട്രെയിൻ. ഏതൊരു പക്ഷി ചെന്നായുടെ വേഷിട്ട് പറന്നു വന്നിരിക്കുക. എടാ അത് പക്ഷിയൊന്നുമല്ല, വേറെന്തോ ആണ്. സംശയമുണ്ടോ? എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇത് പറഞ്ഞ് എങ്ങനെ ട്രെയിനിന്റെ മുകളിൽ വന്ന അറിയില്ല. ആരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കരുത്. ഞങ്ങൾ ഈ ട്രെയിൻ കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീയൊക്കെ അനുഭവിക്കും. കൊള്ളാം, എന്ത് റെഡിയാ, അടിപൊളി. നീയൊക്കെ ഞങ്ങളുടെ ആൾക്കാരെ തല്ലിയല്ലേ? ഇനിയും എന്താണ്, തല്ല് മേടിക്കണോ? അയ്യോ ഇല്ല ചേട്ടാ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാ. മതിയാക്കൂ, വേണ്ട വേണ്ട, മതിയാക്കൂ, വേണ്ട മതിയാക്കൂ, വേണ്ട വേണ്ട, മതിയാക്കൂ, വേണ്ട വേണ്ട, മതിയാക്കൂ, മതിയാക്കൂ. നമ്മളിവിടെ ഉള്ളപ്പോ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അറ്റാക്ക്! ഞാൻ പറയുന്നത് കേൾക്കൂ, നിൽക്കൂ. അവരുമായിട്ട് വഴക്കിന് പോകണ്ട, നിങ്ങൾക്ക് അപകടം പറ്റും. യെസ് മാഡം. നീ തനിച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കണോ? ഒറ്റയ്ക്കോ? ഞാൻ അറ്റാക്ക് ചെയ്യുന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് അങ്ങ് അറ്റാക്ക് ചെയ്യൂ എന്നാണ്. നമ്മുടെ കന്നാസാറിന്റെ പെട്ടിക്കകത്ത് 50 ലക്ഷം രൂപയുണ്ട്. ഓഹോ, ഒറ്റയ്ക്കിരുന്ന് അച്ഛൻ ബിരിയാണി മുഴുവൻ തിന്നു. ഈ ഹണി എനിക്കിട്ട് പണി തന്നു. അടികൈ. എല്ലാവരും അവരവരുടെ ജ്വല്ലറീസും വാലറ്റ്സും ഇതിനകത്തിടോ. എന്റെ പേഴ്സ്, എന്റെ ഇമ്പോർട്ടന്റ് ഫ്ലോപ്പി, പെൻ ഡ്രൈവ്, ഇതൊക്കെയാ ഉള്ളത്. ഇനി ഇത് ഞങ്ങളുടേതാണ്. നമ്മുടെ പണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വരൂ, നമുക്ക് പോകാം. ഓ മൈ ഗോഡ്, എന്ത് ഹൈടെക് ആയിട്ടുള്ള മോഷണമാണിത്. യെസ് സാർ, അത് ഞാൻ നോക്കിക്കൊള്ളാം സാർ. ശരി സാർ, ഞാൻ കണ്ടുപിടിക്കാം സാർ. ഓക്കെ സാർ. വെപ്രാളം പിടിക്കരുത്. ഓഹോ,
അധികം ഒരുങ്ങിയാൽ കിട്ടും കണ്ണ്. ഇത് അങ്ങയുടെ അബദ്ധമാണ്. അടികൈ. ഈഷ്, ഇത് കൈയടിച്ച് സന്തോഷിക്കാനുള്ള സമയമല്ല. ഞാനിപ്പോ ഒരു വലിയ പ്രശ്നത്തിലാണ്. കമ്മീഷണർ സാർ ഇപ്പോഴാണ് എനിക്ക് ഫോൺ ചെയ്തത്. ആ ഓക്കെ, ഞാൻ തക്കാളി വാങ്ങിച്ചോണ്ട് വരാം. ആ മല്ലിപ്പൊടിയും വാങ്ങിച്ചോണ്ട് വരാം. ആ 5 രൂപയ്ക്ക് പച്ചമുളക്. എനിക്കിതൊന്നും വാങ്ങിച്ചോണ്ട് വരാൻ പറ്റില്ല. നീ വെക്കുന്നുണ്ടോ പ്ലീസ്? കമ്മീഷണർ സാർ അങ്ങയോട് മല്ലിപ്പൊടിയും തക്കാളിയും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ? ഇതെന്റെ ഭാര്യയുടെ ഫോണായിരുന്നു. പക്ഷെ അങ്ങ് പറഞ്ഞത് കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നു എന്നല്ലേ? ഈഷ്, ആദ്യം വന്നത് കമ്മീഷണർ സാറിന്റെ ഫോണായിരുന്നു. രണ്ടാമത്തേത് ഭാര്യയുടേതായിരുന്നു. എന്നാൽ ഇവിടെയുള്ളത് ഒരു ഫോണല്ലേ? രണ്ടാമത്തെ ഫോൺ എവിടെ? ഈഷ്, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ? കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ട്രെയിനിൽ കൊള്ള നടന്നിരിക്കുകയാണ്. കൊള്ളക്കാർ എന്റെ ഡോക്യുമെന്റ്സും കന്ന സാറിന്റെ 50 ലക്ഷം രൂപയും കൊണ്ടുപോയിരിക്കുകയാണ്. ആ അവര് പറന്നു വന്നു, എന്നിട്ട് എല്ലാം കൊള്ളയടിച്ചിട്ട് അവർ പറന്നു പോയി. പറന്നെന്നോ? അതെ. ഇത് ഫ്ലമിംഗോയുടെ പണി തന്നെയായിരിക്കും. കൊച്ചളിയ, ഇൻസ്പെക്ടർ പാണ്ഡെയും ആ കൊള്ളക്കാരും കൂട്ടുകാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇതുവരെ ഫ്ലമിംഗോയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എന്നാൽ ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു? എടാ കഴുതേ, അവർ ഒരു മാസത്തിൽ 10 ട്രെയിനാ കൊള്ളയടിച്ചത്. അതുകൂടാതെ ബാങ്ക്, ജുവല്ലറി എല്ലാ സ്ഥലത്തും കയറി അവർ കൈവച്ചിരിക്കുകയാണ്. വീട്ടിനടയ്ക്കണം മാസം ലോണ്. ഇതാരുടേതാണ് ഈ പ്ലാന്? ഞാനാണ് ഫ്ലമിംഗോ, പടപടാന്ന് പറന്ന് നടക്കുന്നവൻ. ഞാൻ ഒരാഴ്ചക്കകം ഈ പട്ടണം മുഴുവൻ കൊള്ളയടിച്ചിരിക്കും. ഒന്നും തന്നെ വിട്ടുവെക്കില്ല. ഈ പട്ടണം മുഴുവൻ എന്റെ സ്വന്തമാക്കി തീർക്കും. ബാങ്ക്, മ്യൂസിയം, ജ്വല്ലറി ഷോപ്പ് എല്ലാം ഞാൻ കൊള്ളയടിക്കും. ഞാൻ കൊള്ളയടിക്കാൻ പോകുന്ന വ്യക്തികൾ ആരാണെന്ന് അറിയണ്ടേ? ബിസിനസ്മാൻ, ഫിലിം സ്റ്റാർ, ബിൽഡേഴ്സ്, സയന്റിസ്റ്റ് എല്ലാവരെയും ഞാൻ പൊക്കിയിരിക്കും. എന്നിട്ട് എല്ലാ പൈസയും കൊണ്ട് ഞാൻ പടപടാന്ന് പറന്നു പോയിരിക്കും. എന്റെ മാർഗത്തിന് തടസ്സമായാൽ അവരുടെ അന്ത്യമായിരിക്കും. അത്ര ധൈര്യമുള്ളവർ എന്നെ വന്ന് തടഞ്ഞു നോക്ക്. അപ്പോൾ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ആ രാത്രി ടിവിയിൽ ഫ്ലമിംഗോയുടെ ചാലഞ്ച് കണ്ടായിരുന്നോ? ആ അവന്മാര് മാഡത്തിന്റെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി. കന്ന സാറിന്റെ 50 ലക്ഷം പോയി. അതേനെ, ഞാൻ പൈസ ഇട്ട് വെച്ചിരുന്ന ബാങ്ക് അവര് കൊള്ളയടിച്ചോണ്ട് പോയെന്നേ. ചേട്ടായി, എന്റെ അനിയന്റെ ജ്വല്ലറി ഷോപ്പും കൊള്ളയടിച്ചു. എന്റെ അനിയന്റെ ജ്വല്ലറി ഷോപ്പും കൊള്ളയടിച്ചു. അതിന് നിന്റെ ചേട്ടൻ എവിടെ ജ്വല്ലറി ഷോപ്പ് ഉള്ളത്? ഇവന്റെ അനിയനാകുമ്പോ അത് എന്റെ അനിയനാണല്ലോ. ഞാനാണ് കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ, ഇല്ലെങ്കിൽ അപകടം പറ്റും. പിന്നെ പരിക്ക് പറ്റിയെന്ന് എന്നോട് പറഞ്ഞേക്കരുത്. മാറി നിൽക്കൂ, മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ. ഞാൻ ക്രാഷ് ലാൻഡ് ആവാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കൂ, ലാൻഡിങ്ങിൽ എപ്പോഴും പ്രോബ്ലം വന്നോണ്ടിരിക്കുക. കുസൃതി കാണിച്ചാൽ അച്ഛന് വരും ദേഷ്യം. അപകടം പറ്റാതെ ലാൻഡ് ചെയ്തു, അതാണ് ഭാഗ്യം. അടികൈ. ഇതാരാണ്? ഇതെന്റെ മുത്തശ്ശനാണ്, ദൂരെയാണ് താമസിക്കുന്നത്. നിങ്ങളെ കാണാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അടികൈ. ഇദ്ദേഹത്തിന് എങ്ങനെ പറക്കാൻ കഴിഞ്ഞു? ഇദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ തന്നെ കണ്ടതല്ലേ? പക്ഷെ എന്തിനാ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്? കാരണം ഫ്ലമിംഗോ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുക. പക്ഷെ അതിനു മുൻപ് അവനെ നമുക്ക് പിടിക്കണം. അതെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലാ പോകേണ്ടതാ. ഇല്ല, ഫ്ലമിംഗോയിനെ ഹണിയും പണിയും ജോർദാറും പോപ്പട്ടും ചേർന്ന് പിടിക്കും. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ പൊന്നു സാറേ, ഞങ്ങൾ അവനെ പിടിച്ചിരിക്കും. പക്ഷെ അവൻ എവിടെയുണ്ടെന്ന് എങ്ങനെയാ കണ്ടെത്തുക? അതെ, ആ ഫ്ലമിംഗോ ഒരു പക്ഷിയൊന്നുമല്ല. അവൻ പറന്ന് പറന്ന് എല്ലാരെയും പിടിക്കാനായിട്ടാ. അതെ സാർ, അവൻ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണ്. എടാ, നിങ്ങൾ 4 പേരും സൂപ്പർ ഹീറോസ് ആണ്. സൂപ്പർ ഹീറോസ്? കൊച്ചളിയ, നമ്മൾ സൂപ്പർ ഹീറോ എന്ന കാര്യം നമ്മൾ തന്നെ അറിഞ്ഞില്ല. ശരി, വാ നമുക്കൊന്ന് പറന്നു നോക്കാം. പരീക്ഷയിൽ സാറ് വട്ടപൂജ്യം ഇട്ടു. നിങ്ങളെ പറപ്പിക്കുന്ന കാര്യം അദ്ദേഹം ഏറ്റു. അടികൈ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. പക്ഷെ എങ്ങനെ പറക്കാൻ കഴിയുക? എന്റെ കയ്യിൽ ഒരു കണ്ടുപിടുത്തമുണ്ട്. അതിലൂടെ ആകാശത്തിൽ പറക്കാം, വെള്ളത്തിനടിയിൽ പോകാം. ശത്രുക്കളുമായി ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ ഗാഡ്ജറ്റ്സും എന്റെ കയ്യിലുണ്ട്. ശരി, എന്നാൽ ഞങ്ങൾ തയ്യാറാണ്. സംഭവം എന്തായാലും കൊള്ളാം.
ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് തീർച്ചയായും ഇവര് നോക്കിക്കോളും. എടാ തോത്താറാൻ പറഞ്ഞ ശരിയാ. ഇത് സാധാരണ കുട്ടിക്കളിയൊന്നും അല്ല. പക്ഷെ നിങ്ങൾ സാധാരണക്കാരല്ലല്ലോ. അഭിനന്ദനത്തിന് നന്ദി. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിന്നാൽ ആ ഫ്ലെമിങ്ങിനെ നമുക്ക് തീർച്ചയായിട്ടും പൂട്ടാം. അവനെ വെറുതെ വിടരുത്. അതെ, അവനെ നമുക്ക് പിടിക്കണം. എന്നാൽ എന്റെ കൂടെ ലാബിലേക്ക് വരും. Identity match. Identification accepted. എന്റെ ലാബിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഫ്ലൈയിങ് കിറ്റ് ആണ്. ഇതിന്റെ ചിറകുകളിൽ മോട്ടോർ ജെറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് പറക്കാവുന്നതാണ്. വരൂ, ഇനിയും പല കാര്യങ്ങളുണ്ട്. ഇത് മോട്ടറുള്ള സ്കാറ്റിംഗ് ബോർഡാണ്. ഇത് വെള്ളത്തിൽ വളരെയധികം വേഗത്തിൽ പോകും. ഞാൻ പോകാം. എനിക്ക് തരുമോ പ്ലീസ്? ഒന്ന് സമാധാനിക്കും. ഓക്കെ, സോറി. ഇതൊരു പ്രത്യേകതരം ഗണ്ണാണ്. ഇത് വെച്ച് ശത്രുക്കളെ അനായാസം നമുക്ക് കീഴ്പ്പെടുത്താം. ഇതെന്തായാലും അടിപൊളി സംഭവം തന്നെയാണ്. ബൈ ബൈ. പിന്നെ ഇത് ബബിൾ ഗണ്ണാണ്. ഞാൻ ബബിൾ ഗം കഴിച്ചിട്ടുണ്ട്. അത് ഊതി പെരുപ്പിച്ച് ബോളാക്കാനും അറിയാം. ട്രെയിനിൽ പോകാൻ ടിക്കറ്റ് എല്ലാം ഫുള്ളാ. ഇവിടെ ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. അടികൈ, ഇത് ബബിൾ ഗമ്മല്ല, ബബിൾ ഗണ്ണാണ് ഹണി. ഇതിൽ നിന്നും വരുന്ന ബബിൾസിനകത്ത് ലാഫിംഗ് ഗ്യാസ് ഉണ്ടാകും. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് എവിടെ വേണമെങ്കിലും കയറാം. ലേസർ വാച്ച്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സൂപ്പർ ഹീറോ ആയി മാറും. കൊള്ളാം, സൂപ്പർ ഹീറോ. എന്തായാലും ഇതിലൊന്ന് പറഞ്ഞു നോക്കാം. എന്റെ അമ്മോ, രക്ഷിക്കും എന്റെ കൂട്ടുകാരെ. ഞാൻ നിങ്ങളുടെ കർത്തയാണ്. എന്തിനാടാ എന്റെ പുറകെ വരുന്നത്? തുലാമാസം മഴ വരുന്നതാണ്. ഇതെന്റെ പുറകെ വരികയാണ്. എടാ ഒന്ന് വിടറാ. എന്നെ വിടറാ. ഇതെങ്ങനെയാ ഒന്ന് നിർത്തുന്നേ? ആ ഗ്രീൻ ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. ഗ്രീൻ ബട്ടൺ. എന്താ സംഭവിച്ചത്? ഉന്മേഷം കിട്ടാൻ രാവിലെ കുളിക്കുന്നു. നന്ദു, നീ ഇപ്പൊ എന്റെ നടുപൊടിച്ചിരിക്കുന്നു. അടികൈ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെക്കാനിസമാണ്. യെല്ലോ ബട്ടണിൽ സ്റ്റാർട്ട് ചെയ്യണം, റെഡിൽ സ്പീഡ് കൂട്ടണം, ബ്ലൂ ബട്ടണിൽ ഹൈ സ്പീഡും ഗ്രീനിൽ സ്റ്റോപ്പും. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തോളാം. എനിക്കും മെക്കാനിസം മനസ്സിലായി. ഇപ്പൊ കണ്ടോളൂ എന്റെ കളി. വേണ്ട. അച്ഛന്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്നും കാശ് അടിച്ചു മാറ്റി. ഭാഗ്യം കൊണ്ട് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അടികൈ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടെസ്റ്റ് ട്യൂബ് ഇത്രയും ഡേഞ്ചർ ആണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല.
എടേ, എന്താണ് ഇത്? ബബിൾ ഗൺ ഇത് വെച്ച് എന്റെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാം. എടാ, ഗ്രീൻ ബട്ടൺ അമർത്താൻ നോക്ക്. ഗ്രീൻ ബട്ടൺ. നിങ്ങളൊക്കെ സംഭവം തന്നെയാ. നിങ്ങളൊക്കെ വലിയ സംഭവം തന്നെയാ. ശരി തന്നെയാണ്. ഈ ഹണി വലിയൊരു സംഭവം തന്നെയാണ്. അതെ ചേട്ടന്മാരെ, നമ്മുടെ ഈ കൂട്ടുകെട്ട് നമ്മുടെ ഈ സിറ്റിയെ ആ ഫ്ലെമിംഗോയിൽ നിന്നും രക്ഷിച്ചെടുക്കും. ഇദ്ദേഹത്തിന്റെ ഗാഡ്ജറ്റ് വെച്ചുകൊണ്ട് ആ ഫ്ലെയിമിംഗോയുടെ പണി നമുക്ക് തീർക്കണം. അതേനെ, ഈ മിഷനിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും. ഇത്രയും നാളും സീറോ ആയിട്ട് ജീവിച്ചവർ ഗാഡ്ജറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഹീറോ ആയിരിക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, എനിക്ക് വിശ്വാസമുണ്ട് ഇവര് 4 പേരും സൂപ്പർ ഹീറോ ആയി മാറും. എന്തായാലും ലാഫിംഗ് ഗ്യാസ് പുറത്തേക്ക് പോയി. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഡ്രസ്സസ്. എല്ലാം ബുള്ളറ്റ് പ്രൂഫാണ്. ഇത് മാസ്ക്. നിങ്ങളെ ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടെത്താനാവില്ല. ടെക്നോളജിയുടെ സഹായത്താൽ ഞാൻ പ്ലംബിങ്ങിന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്കാൻ വരൂ. അടുത്ത പ്ലാൻ നിങ്ങൾ എല്ലാവരും കൂടി ഷിപ്പിനെ കൊള്ളയടിക്കണം. അത് വലിയ സംഭവമായിരിക്കും. എന്നാൽ ഷിപ്പ് എന്തിനാണ് ബോസ്? എടാ കഴുതേ, ഈ ഷിപ്പിൽ ചട്നി ദ്വീപിന്റെ രാജാവ് ധന്യ സിംഗ്, പിന്നെ അദ്ദേഹത്തിന്റെ സ്വർണങ്ങളും അമൂല്യമായ രത്നങ്ങളുമുണ്ട്. അതും കൊണ്ട് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പടപടാന്ന് പറന്ന് മുകളിലെത്തും. നമ്മൾ എന്ത് വില കൊടുത്തും ആ ഷിപ്പിനെ കൊള്ളയടിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഷിപ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ. ഇതിൽ 2 നല്ല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫ്ലമ്മിങ്ങിന് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാകും തന്നെ എതിർക്കാൻ ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന്. മറ്റൊന്ന്, ദേശത്തിന്റെ സമ്പത്ത് വെളിനാട്ടിലേക്ക് പോകാതെ നമുക്ക് സംരക്ഷിക്കാം. ഇന്നു മുതൽ നിങ്ങളുടെ പേര് സൂപ്പർ ടീം എക്സ് എന്നാണ്. ഷിപ്പിലേക്ക് പോകാൻ ഉടനെ തയ്യാറായിക്കോളൂ. സോണ സിംഗ്, സ്വർണത്തിന് സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. എന്തൊക്കെയാണെങ്കിലും കാലാവസ്ഥ അടിപൊളിയായിട്ടുണ്ട്. സത്യമാണ് മഹാരാജാവേ. സ്വർണ്ണങ്ങൾ കൊള്ളയടിക്കാൻ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും കാലാവസ്ഥ അടിപൊളിയാണ്. എന്താ ഇത്? സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ എല്ലാരും കപ്പലിൽ നിന്നാണ് വെള്ളത്തിലേക്ക് ചാടുന്നത്. ഇവരെന്താ വെള്ളത്തിൽ നിന്ന് ഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്? കാരണം കാലാവസ്ഥ നന്നായിട്ടുണ്ട്. ഇവരങ്ങയുടെ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാ. കൊള്ളയടിക്കാനോ? എങ്കിൽ ഇതിന്റെ പുറകിൽ നീയും ഉണ്ടായിരുന്നോ? അതെ, കാരണം സ്വർണത്തിന്റെ 10% എനിക്ക് തരാൻ ഏറ്റിരിക്കുകയാണ്. കപ്പലിൽ കള്ളൻ, ഇവനെ പിടിക്കൂ.
ഇനി ആരാണ് എന്നെ രക്ഷിക്കാൻ പോകുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാലാവസ്ഥ വല്ലാതായി പോയി. എന്താ പേടിച്ചു പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് മുട്ടി നോക്ക്. ആരാടാ നിങ്ങളാ? സൂപ്പർ ടീം എക്സ്, നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ശത്രു. പിടിക്കവന്മാരെ. ഓടിക്കോ ഓടിക്കോ. പിടിക്ക്, അവൻ രക്ഷപ്പെടാൻ പാടില്ല. അടിപൊളി അടിപൊളി. സ്വർണമെല്ലാം നിങ്ങൾ രക്ഷിച്ചു. എന്തൊക്കെയാണെങ്കിലും കാലാവസ്ഥ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരും. ദേശത്തിന്റെ സ്വർണം കടത്തിക്കൊണ്ട് പോവുകയാണോ? ഈ സ്വർണമെല്ലാം ദേശത്തിന്റെ സമ്പത്താണ്. എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം അങ്ങ് ജയിലിൽ കിടക്കേണ്ടി വരും. ഷിപ്പ് ഉടനെ കരയിലേക്ക് കൊണ്ടുപോകൂ. അവിടെ പോലീസുകാർ കാത്തിരിപ്പുണ്ട്. ആട്ടെ, നിങ്ങളൊക്കെ ആരാണ്? സൂപ്പർ ടീം എക്സ്. കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യുകയില്ല. ഒന്നും പറയണ്ട, താൻ ഇവിടുന്ന് നേരെ ജയിലിലേക്ക് പോയാ മതി. ബ്രേക്കിംഗ് ന്യൂസ്. ആദ്യമായി ഫ്ലമിംഗോയ്ക്ക് ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. അവനെ നശിപ്പിച്ചിരിക്കുകയാണ് സൂപ്പർ ടീം എക്സ്. ഷിപ്പിലുള്ള CCTV ക്യാമറ ഫുട്ടേജ് നിങ്ങൾ തന്നെ കാണൂ. ഇത് എങ്ങനെയാണ് ചെയ്തത്? സൂപ്പർ ടീം എക്സ്. മാഡം, കാർട്ടൂൺ വെക്കൂ പ്ലീസ്. ഇല്ല, എനിക്ക് ന്യൂസ് എന്തായാലും കാണണം. അവർ 4 പേരെയും കാണാൻ നിങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലോ. ഒരു ഫോൺ വാങ്ങിയാൽ 5 ഫോൺ ഫ്രീ എന്നോ? സൂപ്പർ ഹീറോസിനെ കാണാൻ ഇവരെ പോലെ ഉണ്ടെന്നോ? അടികൈ. നദികളെല്ലാം പോയി ചേരുന്നത് കടലിലാണ്. ഈ 4 നമ്പർ 1 കഴുതകളാണ്. അടികൈ. അപമാനിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ പിന്നെ സത്യം പറയും. നീ എന്ത് സത്യമാണ് പറയാൻ പോകുന്നത്? അത് പിന്നെ ഞങ്ങൾ ഡോഗാണ്, തത്തയാണ്, പൂച്ചയാണ്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ സൂപ്പർ ഹീറോസും പൂച്ചകളും ഡോഗും തത്തകളും ആണല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തോ. വാട്ട് എ കോയിൻസിഡൻസ്. സംശയമുണ്ടോ? നിങ്ങൾ 4 പേരും എങ്ങോട്ടാണ് പോയിരുന്നത്? അത് പിന്നെ ഇവർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാങ്കിന്റെ ആനുവൽ ഡേക്ക് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞത് കവിതയല്ല. എനിക്ക് എന്തോ അവരെ കാണുമ്പോ നിങ്ങളെ പോലെ തന്നെ തോന്നുന്നു. അല്ല, ആരായിരിക്കും അവർ? ഈ ടീം എക്സ്? ഇന്ന് നമുക്ക് ഇന്റർവ്യൂ തരാൻ പോകുന്നത് സൂപ്പർ ടീം എക്സ് ആണ്. നിങ്ങളുടെ ഈ വലിയ ദൗത്യത്തെ പറ്റി പറയൂ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതാരാണ് ഈ സൂപ്പർ ടീം എക്സ്? ആരാണ്? എടാ, വെറും 4 എലികളെ കണ്ട് പേടിച്ച് വന്നോ നിങ്ങള്? ആഹാ, റോങ് ബോസ്. അവറ്റകൾ എലികളല്ല. 2 പൂച്ച, 1 ഡോഗ്, പിന്നെ 1 തത്തമ്മയാണ്. എന്നാൽ നിങ്ങൾ എല്ലാവരും കഴുതകളാണ്. കഴുതകൾ. ഞാൻ ഇവിടത്തെ പടപടാന്നങ്ങ് പറക്കും.
ആ ബോസ്, അവര് സൂപ്പർ ഹീറോസ് ആണ്. അവരുടെ കയ്യിൽ എന്തൊക്കെ പവർ ഉണ്ടെന്ന് അറിയാമോ? ഈ സൂപ്പർ ടീം എക്സ് ആരാണെന്ന് ഉടൻ തന്നെ കണ്ടെത്തണം. അല്ലെങ്കിൽ ഞാൻ പടപടാതെ പറക്കേണ്ടി വരും. ബോസ്, നിങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടരുത്. അവരെ നശിപ്പിക്കാൻ നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഗാഡ്ജറ്റ് അവരുടെ കയ്യിലുണ്ട്. എടോ നിന്നെ, വേഗം പോയി അവരാരെന്ന് കണ്ടുപിടിക്കുക. സൂപ്പർ ടീം എക്സ് ആരാണെന്ന് കണ്ടുപിടിക്കുക. ബോസ്, മുഴുവൻ മീഡിയ അതിന്റെ പുറകിലുണ്ട്. എങ്ങനെ നമുക്ക് അറിയാൻ കഴിയും? കാരണം ടിവിയിൽ ന്യൂസ് വരും. അവരെന്നെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അവരെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല. റോങ് ബോസ്, നിങ്ങൾ ആവേശപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എന്നാൽ ആ സൂപ്പർ ടീം എക്സിനെ ഒരു പാഠം പഠിപ്പിക്കുകയും വേണം. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കേട്ടോ, നാളെ ഫുട്ബോൾ മാച്ചാണ്. ഇവിടെ ഉള്ളവർക്ക് ക്യാപ്റ്റൻ മഞ്ജിത് ബക്കാക്കോ വളരെ ഇഷ്ടമാണ്. നമുക്ക് അവനെ അങ്ങ് പൊക്കണം. പക്ഷേ ബോസ്, നമ്മൾ എന്തിനാണ് ആർമിയിലെ ക്യാപ്റ്റനെ പൊക്കുന്നത്? എടോ, ആർമിയുടെ ക്യാപ്റ്റൻ അല്ല, അവൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. നീ പോലീസിനോട് പറഞ്ഞേക്ക് നാളെ നമ്മൾ ആ ക്യാപ്റ്റനെ പൊക്കാൻ പോകുന്നു എന്ന്. ഓക്കേ ബോസ്. അവനെ രക്ഷിക്കാനായി സൂപ്പർ ടീം എക്സ് തീർച്ചയായും വരും. അവിടെ വെച്ച് അവരുടെ കഥ നമുക്ക് അങ്ങ് തീർക്കാം. എന്നിട്ട് ഞാൻ അവിടെ നിന്നും പറക്കും. സൂപ്പർ ടീം എക്സ് സിന്ദാബാദ്. ഹണിമണി, കടലക്കറിയായിരിക്കും. സോറി. എന്ത് പറ്റി ഇൻസ്പെക്ടർ പാണ്ട? എന്തിനാ ഇത്ര പേടിക്കുന്നത്? കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നിരിക്കുകയാണ്. മഞ്ജിത് ബക്കായെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. കമ്മീഷണർ ആയിരുന്നിട്ടും അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്യാൻ നാണമില്ലേ? കമ്മീഷണർ സാറല്ല, ഫ്ലെമിംഗോയും അവന്റെ ആൾക്കാരും കൂടിയാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഫ്ലെമിംഗിന്റെ ഫോണല്ലേ വരേണ്ടിയിരുന്നത്? പിന്നെ എന്തിനാ കമ്മീഷണർ സാർ ഫോൺ ചെയ്തത്? എടാ, കൺഫ്യൂസ് പിടിച്ച കഴുതേ. ഫ്ലമിംഗോ തീർച്ചയായിട്ടും കമ്മീഷണർ സാറിന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകും. സംശയമുണ്ടോ? കൂടാതെ നാളത്തെ സ്റ്റേഡിയത്തെ മാച്ചിൽ എനിക്കും ഡ്യൂട്ടി ഇട്ടിരിക്കുകയാണ്. അല്ല, സാറെന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് സൂപ്പർ എക്സ് ടീമിന്റെ സഹായം വേണം. അതെ, അതിന് ഞങ്ങളെന്ത് ചെയ്യാനാ? ഹണിമണി, സൂപ്പർ എക്സ് ടീമിൽ 2 പൂച്ചകളുണ്ട്. അവർ രണ്ടുപേരും ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഞങ്ങളാ. എന്താണ് പറഞ്ഞത്? പിന്നെ അവൻ പറഞ്ഞത് അത് ഞങ്ങള് അവരെ കുറിച്ച് അന്വേഷിക്കുമെന്നാണ്. ശരി, എന്നാ പിന്നെ അന്വേഷിക്ക്. അതെ, ഇവിടെ ഇങ്ങനെ ടൈം പാസ് ചെയ്തോണ്ടിരുന്ന അവരെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അങ്ങ് പൊയ്ക്കോളൂ സാർ. നാളെ സൂപ്പർ ടീം എക്സ് തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിലേക്ക് എത്തും. താങ്ക് യു വെരി മച്ച്. എടാ, നമ്മൾ 4 പേരും സ്റ്റേഡിയത്തിൽ പോയി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ കിഡ്നാപ്പേഴ്സിനെ നമ്മൾ പിടിക്കണം. എടാ കഴുതേ, ആയിരക്കണക്കിന് ആൾക്കാരാണ് മാച്ച് കാണാൻ വരുന്നത്. അതിനിടയ്ക്ക് അവന്മാരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്തിനാ വിഷമിക്കുന്നേ? എല്ലാരും ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അവന്മാരെ പിടിക്കാം. കൊച്ചളിയാ, വട്ടനാണെങ്കിൽ അവന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. ഞാൻ പട്ടനാണ്, പക്ഷെ വട്ടനല്ല. ശരി, നിങ്ങളൊക്കെ തയ്യാറാണോ? സൂപ്പർ ടീം എക്സ് വീണ്ടും തങ്ങളുടെ ദൗത്യം തുടങ്ങുകയാണ്. ബോൾ വീണ്ടും മഞ്ജിത് ബക്കാത്തിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. എല്ലാരും തെന്നിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വീണു, ഗോൾ! ഐ ലവ് യു മഞ്ജിത് ബക്ക. അതെ ചേട്ടായി, അങ്ങേക്ക് ഇഷ്ടമാണോ ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്താൽ? താൻ എന്താ ഈ പറയുന്നത്? അദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്താ പിന്നെ മാച്ച് ആരാ കളിക്കുക? ഒന്ന് പോടും. കൊച്ചളിയാ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നേക്കാം. ശരി, പോയിട്ട് വേഗം വാ. അല്ല, നിങ്ങളെന്താ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇവിടെ ഇരിക്കുന്നേ? ഞങ്ങൾ മാച്ച് കളിക്കാൻ വന്നതാ. ചിലർ വന്ന് ഞങ്ങളെ തല്ലി ഇവിടെ കെട്ടിയിട്ടു.
മാച്ച് എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം കളിച്ചാൽ മതി. ഓക്കെ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഞങ്ങളൊന്ന് അഴിച്ചുവിടെ പ്ലീസ്. ഹലോ, എന്തെങ്കിലും അറിഞ്ഞോ? ഇത്രയും ജനങ്ങൾക്കിടയിൽ അവരെ കണ്ടെത്തുന്നത് അസാധ്യമായ കാര്യമാണ്. അതേനെ, അവന്മാരെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ എവിടെയായിരുന്നു ഇതുവരെ? വാഷ്റൂമിൽ ഒരു 11 പേരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. കെട്ടിയിട്ടിരിക്കുന്നോ? ആ, അവര് പറയാ അവർക്ക് മാച്ച് കളിക്കണമെന്ന്. എന്നാ ചിലര് വന്ന് അവരെ കെട്ടിയിട്ട് അവരുടെ യൂണിഫോം കൊണ്ടുപോയി. അപ്പൊ യഥാർത്ഥ കളിക്കാർ ബാത്റൂമിലാണല്ലേ? അപ്പോൾ നമ്മുടെ ടീമിൽ കയറി കളിക്കുന്നവർ കിഡ്നാപ്പേഴ്സ് ആണോ? നോക്ക്, അവരുടെ വ്യൂഹത്തിന്റെ നടുവിലാണ് നമ്മുടെ മഞ്ച്. സംശയമുണ്ടോ? സൂപ്പർ ടീം എക്സ് ആവാനുള്ള സമയമായിരിക്കുന്നു. തോത്താറാം, കർത്ത, മൂസ, നിങ്ങൾ ഗ്രൗണ്ടിൽ പോയി അവരെ നിർത്താൻ നോക്കൂ. ഞങ്ങൾ ഇപ്പൊ വരാം. തുടങ്ങാം. ഞാനിതാ തുടങ്ങി. മഞ്ജിച്ചേട്ടാ, നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യാനാ അവര് വന്നിരിക്കുന്നത്. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്യുമെന്നോ? ഇവരെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങൾ മൈതാനത്ത് എത്തിയതുകൊണ്ട് നിന്റെ ടീം ഞങ്ങളുടെ ടീമിനോടൊപ്പം കളിച്ചേ മതിയാകൂ. നിങ്ങൾ എത്തിയത് എന്തായാലും നന്നായി. നിങ്ങളെയും ഞങ്ങളോടൊപ്പം തന്നെ അങ്ങ് കൊണ്ടുപോയേക്കാം. കിട്ടേണ്ടത് കിട്ടുമെന്ന് ശരിയായിക്കോളും. ജോർദാർ. എല്ലാവരും വേഗം വാ, ഓടിക്കോ. മര്യാദയ്ക്ക് മാഗ്നറ്റ് എന്റെ കയ്യിലേക്ക് തന്നേക്ക്. തരില്ല. അവസാനം നീ താഴേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. സംശയമുണ്ടോ? ഇദ്ദേഹം താഴേക്ക് വീണതുകൊണ്ട് എന്തെങ്കിലും പരിക്ക് പറ്റി കാണുമോ? നമുക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കണം. നമ്മൾ സൂപ്പർ ടീം എക്സ് ആണ്. എടാ, നീ സൂപ്പർ ഹീറോ ആയും കഴുത തന്നെയാ. ഫ്ലെമിംഗോ എവിടെയാണെന്ന് ഇവൻ നമുക്ക് പറഞ്ഞു തരും. മര്യാദയ്ക്ക് പറഞ്ഞേക്ക്, ആ ഫ്ലെമിംഗോ എവിടെയാണ്? ഫ്ലമിംഗോ പേപ്പറും വായിച്ചോണ്ട് ഇപ്പൊ ജോളിയായിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. കൊച്ചളിയ, നമ്മൾ ചെയറിൽ സുഖമായിട്ട് കിടന്നുകൊണ്ട് മണ്ണിരെ ഇട്ടല്ലേ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ടിരുന്നത്. എന്നാ ഫ്ലെമിംഗോ പേപ്പർ വായിച്ചോണ്ട് മീൻ പിടിച്ചാ മീൻ കിട്ടുമോ? ഫ്ലമിംഗോ അങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. അല്ല, നിങ്ങൾ ഏത് ഫ്ലമിംഗോയിനെ കുറിച്ചാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്?
ലോകത്തിൽ ലക്ഷക്കണക്കിന് ഫ്ലമിംഗോയുണ്ട്. വെടിക്കെട്ട് നടന്നാൽ പറ്റുമെങ്കിൽ ഒന്ന് കാണ്. ഞങ്ങൾ ചോദിച്ചത് നിന്റെ ബോസിനെ കുറിച്ചാണ്. അടികൈ അടിക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളെ നോക്കി ചിരിക്കാണല്ലേ നീ? വാ, നിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ചിരിപ്പിക്കാം. എന്റെ കൈയഴിച്ചു വിടൂ, എനിക്ക് കിളിയാവുന്നുണ്ട്. എടാ എടാ എടാ, മതിയാക്കൂ മതിയാക്കൂ. എടേ കൊച്ചളിയ, മുഖത്തിന് തിളക്കൊക്കെ പോയി. നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താലോ? അല്ല, ഇതെന്ത് പൗഡറാണ്? എനിക്ക് വല്ലാതെ ചൊറിയുന്നു. നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായും പാസ്സാകും. ഫ്ലെമിംഗോയുടെ അഡ്രസ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഫ്യൂസ് പോകും. നിർത്ത്, ഞാൻ പറഞ്ഞേക്കാം. എല്ലാം പറഞ്ഞു തരാം, എല്ലാവർക്കും പറഞ്ഞു തരാം. ഇവിടെ അടുത്തുള്ള ഒരു മലമുകളിലാണ് അവൻ തങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ബോട്ട് ഉണ്ടെങ്കിൽ പിന്നെ വാട്ടർ സർഫിംഗിന്റെ ആവശ്യം എന്താണ്? അതേനെ, എന്നാലും ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ, അതുകൊണ്ടാ. എല്ലാവരും സൂക്ഷിക്കണം. ഇവിടെ എല്ലായിടത്തും അവന്റെ ആൾക്കാരുണ്ടാകും. നമ്മൾ 3 ടീം ഉണ്ടാക്കി ഫ്ലെമിംഗോയുടെ അടുത്തേക്ക് എത്തണം. ഞാൻ ക്രിക്കറ്റ് ടീമിൽ നിന്നോളാം. ഫുട്ബോൾ കളിച്ചാലേ എനിക്ക് ഒരുപാട് ഓടേണ്ടി വരും. നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? അല്ല, നീ എന്താ എലി പിടിക്കാൻ പോവുകയാണോ? നമുക്ക് ഫൈറ്റേഴ്സിന്റെ ടീം ഉണ്ടാക്കി അവിടേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഫൈറ്റേഴ്സിന് എവിടെ നിന്നാ കിട്ടുക? അതെ, ഫ്ലമിംഗിന്റെ ആൾക്കാരൊന്നും ആവശ്യമില്ല. ഈ ഹണി തന്നെ നമ്മൾ അങ്ങ് കൊന്നേക്കും. പോലീസിന്റെ ടീമിനെ ഇൻസ്പെക്ടർ പാണ്ഡ തന്നെ നയിച്ചോളും. ഈ ടീം സൂപ്പർ ടീം എക്സ് ആണ്. ബാക്കിയുള്ള ടീമിനെ എല്ലാം തോത്താറാം നോക്കിക്കോളും. ആരെങ്കിലും ഈ ടീമിനെ കുറിച്ച് അറിഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും ഇൻഫോം ചെയ്യാം. ഓക്കെ, ഗോ. ഒന്നുമില്ല ഒന്നുമില്ല, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ആരെയും വിടരുത്. ഇനി നോക്കണ്ട, വേഗം തുടങ്ങിക്കോ. എല്ലാം കഴിഞ്ഞു, പോകാം.
പിന്നെ ആരാണ് ഈ കെണി കുടിക്കിയത്? ആരെയും കാണുന്നില്ലല്ലോ. ആരാണ് വരുന്നത്? ഉടൻ തന്നെ ടിയർ ഗ്യാസ് അടിക്കൂ. വേഗം വരൂ, അവന്റെ താവളം തീർച്ചയായിട്ടും ഇവിടെ അടുത്ത് തന്നെയാണ്. വരൂ, വെൽക്കം. പക്ഷെ ആരും തിരിച്ചു പോകാൻ പോകുന്നില്ല. ഞാൻ ആകെ തളർന്നു. അതാണ് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം. വരൂ, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. വേഗം വാ. വേണ്ട, അത് ഞങ്ങളുടെ കൂട്ടുകാരാണ്. ഇനിയാണ് യഥാർത്ഥ ഫൈറ്റ് തുടങ്ങാൻ പോകുന്നത്. അകത്ത് ഫ്ലമിംഗോയും അവന്റെ ആൾക്കാരും ഉണ്ടാകും. അവന്മാരെ ഒരു കൈ നോക്കണം, സംശയമുണ്ടോ? അതിനെന്തായാലും കഴിയില്ല. നിനക്ക് കൈകളില്ലല്ലോ, ചിറക് മാത്രല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഒരു കൈ നോക്കുന്നേ? ഇതെങ്ങനെയാ ഈ ഗേറ്റ് തന്നെത്താനെ അങ്ങ് തുറന്നത്? ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് പോവാം. എന്തോ പ്രശ്നമുണ്ട്. ഒരു സെക്യൂരിറ്റി പോലുമില്ലല്ലോ. നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്. ഫ്ലമിംഗോയുടെ കൂടാരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എടാ ഫ്ലമിംഗോയെ, ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. എന്തിനാടാ ഈ വള്ളം കളി കാണിക്കുന്നേ? അവന്റെ ചതിയിൽ നമ്മൾ കുടുങ്ങി. ഇനി എന്ത് ചെയ്യും? ഓഹോ, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഒരു കാരണവശാലും അവരോട് രക്ഷപ്പെടാൻ പാടില്ല. വെള്ളത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കാം, എന്നാൽ ഈ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ധീരന്മാർ ഒരിക്കലും മരണത്തിന് പേടിക്കാറില്ല, സംശയമുണ്ടോ? ധീരന്മാരല്ലേ പേടിക്കാത്തത്? എന്നാൽ ഇത്തിരി പോന്ന നീ എപ്പോഴാ ധീരനായി മാറിയത്? രക്ഷപ്പെടാൻ നോക്കുകയാണോ? എങ്കിൽ നീ ഒരുപാട് പറക്കേണ്ടി വരും. ജോർദാറെ, ബബിൾ ഗൺ. ഫ്ലെമിംഗോയുടെ കളികൾ അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ കളികൾ കാണിച്ചു കൊടുക്കാം. നിങ്ങളിൽ ആരും തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അറ്റാക്ക്!
ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ. Access granted. അതാ നോക്ക്, അവൻ രക്ഷപ്പെടുകയാണ്. അതാ അവൻ പോകുന്നു, അവനെ പിടിക്ക്. ഇനി എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. എങ്കി വാ, നമുക്കവനെ പിടിക്കാം. ഹലോ, ഞങ്ങൾ വീണ്ടും എത്തി. ഞങ്ങളുടെ അടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറക്കാൻ കഴിഞ്ഞു? എന്റെ പണി കഴിഞ്ഞു. എന്നെ വിട്ടേക്കരുത്, വിട്ടാൽ എന്റെ കഥ തീരും. കൊച്ചളിയാ, ഇവന്റെ കഥ ഒരുപാട് അങ്ങ് നീണ്ടു പോവാണ്. നമുക്കത് വിട്ടാലോ? ഓക്കേ. വേണ്ട വേണ്ട, വിടരുത് വിടരുത്, എന്നെ വിടരുത്. ഞാൻ പറയുന്നത് കേക്ക്, എന്നെ വിടരുത്, പറഞ്ഞ കേക്ക്, വിടരുത് വിടരുത്. ഈഷ്, നിങ്ങൾ ചെയ്തത് എന്തായാലും നല്ല കാര്യമാണ്. താങ്ക് യു, താങ്ക് യു. സൂപ്പർ ടീം എക്സ് നിങ്ങളാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഒരു കാരണവശാലും ഈ കാര്യം നിങ്ങൾ ആരോടും പറയരുത്, സംശയട്ടോ? അതെ, ഇന്നത്തോടെ സൂപ്പർ ടീം എക്സ് മായമാവുകയാണ്. ഇനി നമ്മുടെ സിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ സൂപ്പർ ടീം എക്സ് തിരിച്ചു വരുന്നതായിരിക്കും. സൂപ്പർ ടീം എക്സ് സിന്ദാബാദ്. എന്നെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ പടപടയെന്ന് മുകളിലേക്ക് പോകേണ്ടി വരും.